Hello, folks. Welcome back to Shahnaz in Wonderland for another episode. ഇന്ന് ട്യൂഷനിങ് ആൻഡ് മൈ എക്സ്പീരിയൻസസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഒപ്പീനിയനാണ്. അത് എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. ഇഫ് യു ലൈക്ക് ഇറ്റ് ജസ്റ്റ് ലിസൺ ആൻഡ് ലൈക്ക്. ഇഷ്ടമില്ലെങ്കിൽ സാരല്ല, പാസ് ഇറ്റ് ഓൺ, ലെറ്റ് ഇറ്റ് പാസ് ഇറ്റ് ഓഫ്, അങ്ങനെ പോട്ടെ. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ കുറേ വർഷമായി ഇതിപ്പോൾ വരുന്നുണ്ട്. കുട്ടികളൊക്കെ വലിയ കുട്ടികളായി, പലരും പല ജോലിയായി, പ്രൊഫഷണൽ കോളേജസിലായി, പിന്നെ കുറച്ച് ഡിഗ്രി കോളേജ്, അങ്ങനെ ഓരോരോ ഇതിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ എക്സ്പീരിയൻസസാണ് പറയുന്നത്. ഇപ്പോൾ അടുത്തുള്ള കുട്ടികൾ ഇതല്ല പറയുന്നത്. അപ്പോൾ കുറേ മുമ്പ് കുറേ കുട്ടികളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്ക് അന്നേരം എനർജി ഉണ്ടായിരുന്നു. CBSE, SSLC, വേറെ ക്ലാസ്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്ത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അധികം എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ അക്കാഡമിക്കലി മാത്രമല്ല. ഞാനിവിടെ എല്ലാ കുട്ടികളും വീട്ടിൽ ഒറ്റയ്ക്ക്, കൂടുതൽ 1 ചൈൽഡ് 2 ചൈൽഡ്. അപ്പോൾ ഇവർ വരുമ്പോൾ അവർക്ക് ശരി റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ അവർ എൻജോയ് ചെയ്യും. ഞാനും ഫ്രണ്ട്ലി ആവും. പിന്നെ ഇവിടെ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറാണ്. ഇതിങ്ങനെ പട്ടാളച്ചിട്ടയൊന്നുമില്ല, പഠിത്തം മാത്രമില്ല. അക്കാഡമിക്കലി അല്ലാണ്ട് അവർക്ക് കുറേ മോറൽ വാല്യൂസ് അങ്ങനെ ചിട്ടായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നല്ല വർത്തമാനത്തിൽ കൂടി ആയിരിക്കും അവർ കോൺഫിഡൻസ് വളർത്തുക. കുട്ടികളെ കോൺഫിഡൻസ് വളർത്തുന്ന ഏറ്റവും വലിയൊരു ആവശ്യം എനിക്ക് തോന്നുന്നത്. അവർ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്, ഞാനൊരു എല്ലാത്തിനും എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് വളർത്തുക. പിന്നെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എല്ലാ കുട്ടികളും അവരെ സീക്രട്സൊക്കെ എന്നോട് ഷെയർ ചെയ്യുക. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ കുറേ സ്റ്റോറീസ് പറയും. അതാണ് എൻ്റെ മോസ്റ്റ് പ്രഷ്യസ് മൊമെൻറ്റ്സ്. നല്ല രസമാണ്. ഓരോരുത്തർ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് ചെറിയ ചമ്മലാണ്. പക്ഷേ എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ദേ ആർ കംഫർട്ടബിൾ വിത്ത് മീ. അപ്പം പിന്നെ മോറൽ വാല്യൂസൊക്കെ പറഞ്ഞെടുത്ത് ചെറിയ ഹിൻസ് ആയിരിക്കും. അവർക്കത് ഫ്യൂച്ചറിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി എനിക്ക് തോന്നില്ല സൊസൈറ്റിക്ക് ഒരിക്കലും ഒരു ഭാരമായിട്ട് തീരും. എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാ കുട്ടികളും നല്ലതാണ്. നമ്മൾ നല്ലതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബേസ് തുടങ്ങിയിട്ട് പഠിപ്പിക്കുന്നതാണെങ്കിൽ ശരിക്കും നമുക്ക് നല്ല ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മാത്രമല്ല, കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യണം. നമ്മൾ മാത്രം കുറേ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവർക്കും ഇൻട്രസ്റ്റ് വേണം. അവരും കോപ്പറേറ്റ് ചെയ്താൽ അവർ പിന്നെ ഒരു 5th ആകുമ്പോൾ പിന്നെ അവർ സ്വന്തം അയക്കുകയുള്ളൂ. അങ്ങനെയാണ് ശരിക്കും ഒരു കുട്ടി. അപ്പോൾ ഇവിടെ വന്ന കുട്ടികൾ അധികം അങ്ങനെ വന്ന് പിന്നെ കുറേ വ്യത്യാസമുണ്ട്. അധികം ചെറിയ ഈ 2 വീട്ടിലുള്ള കുട്ടികൾ വരുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറൊരു കുട്ടി 2 ബോയ്സുള്ള വീട്ടിൽ നിന്നാണ് വന്നത്. ആ മൂത്ത ബോയ് ഒരു 5th ഇവിടെ വരുമ്പോൾ. അവൻ്റെ ഞാൻ കണ്ടിട്ടില്ല ഇളയ ബ്രദറിനെ. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര ഓവർ സ്മാർട്ടായിരുന്നു. അപ്പോൾ അവൻ വീട്ടിലൊരു സ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഇവൻ എപ്പോഴും ഒരു ഇൻസെക്യൂർ ആയിരിക്കും. എന്ത് ചെയ്യുമ്പോൾ ഇവനൊന്നും പറ്റാത്ത പോലെ ഇവൻ തന്നെ പറയും, എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ അനിയനാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പഠി. ഞാൻ പറയും, അതെന്താ അങ്ങനെ പറയുന്നത്, എനിക്കെല്ലാം പറ്റും. അങ്ങനെ അവന് എല്ലാം ശരിയായി, കുറേ ശരിയായി. മാത്സ് ആണെങ്കിൽ അവൻ ഭയങ്കര ഇതായിരുന്നു, ഉഴപ്പായിരുന്നു. വെച്ചാൽ നെർവസ് ആവും. ഇവിടുന്ന് ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നെർവസ് ആവും. അപ്പോൾ ശരിക്കും ഈ മാത്സിൻ്റെ മൈനസ് പ്ലസ് പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പെർഫെക്റ്റ് ആണെങ്കിൽ കുട്ടികൾ ശരിക്കും നന്നായിട്ട് ചെയ്ത് വരും. അപ്പോൾ ആ കുട്ടി ഇവിടുന്ന് ഞാൻ മാത്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ മാത്സിൽ മാത്രമേ ആ കുഴപ്പമുള്ളൂ. നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ കൺഫ്യൂഷൻ ആവും കുട്ടികൾക്ക്. അപ്പോൾ മാത്സിൻ്റെ എക്സാം ഒരു പ്രാവശ്യം ഒക്കെ ഇവിടുന്ന് ശരിയാക്കിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷനായി. 2ഉം വേറെ രീതിയായിരിക്കും മേ ബി, ഒക്കെ തെറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മനോട് ബാക്കിയെല്ലാ സബ്ജക്ട്സ് റിവൈസ് ചെയ്യാൻ പറയും, മാത്സ് മാത്രം ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, എല്ലാം ചെയ്യും ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ ശരിയായി. പിന്നെ അവൻ നല്ല കോൺഫിഡൻസ് വളർന്നു വന്ന്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീൻ്റെ ഒരു കഥയാണ്. ഇപ്പോൾ 10th ഒക്കെ എത്തിയിട്ടുണ്ടാവും. അവർ എല്ലാവരും എൻ്റെ നെയ്ബർഹുഡ് തന്നെയാണ്. ആ കുട്ടീനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എപ്പോഴും പറയും, എന്ത് പറയുമ്പോൾ എനിക്കിത് പറ്റില്ല. എൻ്റെ അനിയനാണെങ്കിൽ അനിയനിലാണ് അവനേക്കാളും കൂടുതൽ വിശ്വാസം. പക്ഷെ അങ്ങനെ ആയിപ്പോയി. പക്ഷെ അതൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത് മതി.
നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ബാക്കി സ്റ്റോറീസ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.